കിതച്ചുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ നോക്കി കാശി ചിരിച്ചു. എന്താടി, ഇപ്പോൾ ഇവിടുന്ന് വേഗം പോകാം, പിന്നെ സംസാരിക്കാം. പാർവതി അവൻ്റെ ബേക്കിൽ കയറിയിരുന്നു. അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചു അവർ യാത്ര തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞ് പാർവതിക്ക് നന്നായി തണുക്കാൻ തുടങ്ങി. അവൾ സാരിയുടെ തലപ്പ് കൊണ്ട് പുതച്ചു മൂടി അവൻ്റെ മുതുകിൽ ചാരിയിരുന്നു. പാറു, എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും, നമ്മൾ മാത്രമുള്ള സ്ഥലത്തേക്ക്. നീ ഭയങ്കര ടോമാണിക്കാണല്ലേ. പിന്നെ നിങ്ങളെപ്പോലെ ആവണോ? ഒരു കിസ് പോലും നിങ്ങൾക്ക് നേരെ ചൊവ്വേ തരാനറിയില്ല. നീ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ബാലൻ കെ നായരെ ഉണർത്തല്ലേ. ഉണർന്നാൽ പിന്നെ ഒരു മയവും പ്രതീക്ഷിക്കണ്ട. അത് ഞാൻ ഒരു വട്ടം കണ്ടതാ. അടക്കി പിടിച്ച ചിരിയോടെ പാർവതി പറയുമ്പോൾ കാഴ്ച അവളെ കണ്ണാടിയിൽ കൂടി പ്രണയത്തോടെ നോക്കി. തിരിഞ്ഞു നോക്കി അവളുടെ കവിളിൽ അവനെ ചുംബിച്ചു. ഒരു നിമിഷം പാർവതി ഞെട്ടി. എന്തേ, ഇത്ര ഉള്ളൂ നീ? ഞാൻ ഒന്ന് നോക്കിയാൽ മതി. പോടാ. പാർവതി നാണത്താൽ അവൻ്റെ മുതുകിൽ മുഖം പോയിട്ട് അവരുടെ ലോകത്ത് അവരുടെ പ്രണയത്തിൽ ലയിച്ചു അവർ യാത്ര തുടർന്നു. ബേക്ക് നിന്നതും പാർവതി ചുറ്റും നോക്കി. ചെറിയ നിലാവെളിച്ചത്തിൽ അവൾ കണ്ടു വലിയൊരു പാടത്തിന് നടുവിലാണെന്ന്. ഇവിടെ എന്താ എന്ന ഭാവത്തിൽ പാർവതി കാശിയെ നോക്കി. കാശി അവളുടെ കൈ പിടിച്ചു നടന്നു. പാടത്തിന് ചെറിയൊരു കുടിൽ കണ്ടു. അതിനുള്ളിൽ വെളിച്ചം ഉണ്ടായിരുന്നു. കാശി അവളുടെ കൈ പിടിച്ചു അവിടേക്ക് നടന്നു. പഴയ ഒരു കുടിൽ ആയിരുന്നു. പക്ഷെ അതിനുള്ളിൽ ഒരു ചെറിയ കട്ടിലും കസേരയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചടുക്കളയിൽ കുറച്ച് സാധനങ്ങളും. അതെല്ലാം കണ്ടു അത്ഭുതത്തോടെ പാർവതി അവനെ നോക്കി. നോക്കണ്ട, ഇത് എൻ്റെ വീട് തന്നെയാണ്. ചിലപ്പോഴൊക്കെ എൻ്റെ സങ്കടങ്ങളും ദേഷ്യവും എല്ലാം ഒഴുക്കിക്കളയാനുള്ള സ്ഥലം. കാശിയുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് പാർവതി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് കണ്ണിൽ നോക്കി. ഇനി മുതൽ ഇവിടെ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ഞാനും നീയും മാത്രമുള്ള സന്തോഷം. കാശി അവളെ വാരിപ്പുണർന്നു. അവളുടെ ശരീരത്തിലെ ചൂട് അവൻ്റെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതായി അവന് തോന്നി. എത്ര പുണർന്നിട്ടും അവന് മതിയാവാത്തതുപോലെ. അവൻ്റെ കൈകളുടെ സ്ഥാനം മാറാൻ തുടങ്ങിയതും പാർവതി അവനിൽ നിന്നും വേഗം വിട്ടുനിന്നു. മുഖം കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. മോനെ കാശി, എന്താ ഉദ്ദേശം? എനിക്കൊരു ഉമ്മ വേണം, അത്രേ ഉള്ളൂ. തന്നില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടുക്കും. എനിക്ക് അവകാശമുള്ളതാ. അയ്യടാ, ഇത്രയും ദിവസം എന്നെ കരയിച്ചതല്ലേ. അതുകൊണ്ട് ചെറിയ ശിക്ഷ തന്നിട്ട് ഞാൻ തരൂ. എന്താടി ഇനി? അത് പിന്നെ, ഇത്രയുമായിട്ടും നിങ്ങൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറ. അത്രേ ഉള്ളൂ പറഞ്ഞ് നിസ്സാരമാക്കണ്ട. നല്ല റൊമാൻറ്റിക് മൂഡിൽ വേണം. കാശിയൊരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. പാർവതിക്കൊരു പതർച്ച തോന്നിയെങ്കിലും പിടിച്ചു നിന്നു. അവൻ്റെ കണ്ണുകളിലെ മാന്ത്രികതയിൽ അവളും ലയിച്ചു നിന്നു. അവളുടെ നഗ്നമായ വറിയിലൂടെ ചുറ്റിപ്പിടിച്ചു അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളെ. കാശിയുടെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടുമ്പോൾ ഹൃദയം നിലക്കുന്നതുപോലെ തോന്നി. അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം കൊണ്ടുപോയി അവൻ ഐ ലവ് യു പാറു, ലവ് യു സോ മച്ച് പറഞ്ഞു തീർന്നതും അവളുടെ അതരങ്ങളെ അവൻ സ്വന്തമാക്കി. പെട്ടെന്നായതുകൊണ്ട് പാർവതി ഞെട്ടിയെങ്കിലും അവളും ആ ചുംബനത്തിൽ ലയിച്ചു. അവളുടെ കീഴ്ചുണ്ടിൽ അവൻ്റെ ദന്തങ്ങൾ തട്ടി മുറിവിൽ ചോര പൊടിയുമ്പോഴും അവനിൽ ആവേശം കൂടി വന്നു. അവളുടെ ശ്വാസം നിലക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ അവനെ തട്ടിമാറ്റി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പാർവതി കാശിയെ നോക്കി. അവൻ്റെ ചുണ്ടിൽ പറ്റിയ അവളുടെ ചോര നാവ് കൊണ്ട് തുടച്ചുകൊണ്ട് കാശി അവളെ വീണ്ടും വാരി പുണർന്നു. അവളും കിതപ്പോടെ അവനോട് ഒട്ടിച്ചേർന്നു. അവളിലെ ചൂട് തൻ്റെ ദേഹത്തേക്ക് വ്യാപിക്കുന്നതായി കാശിക്ക് തോന്നി. ഉള്ളിൽ ഉണർന്ന പല വികാരങ്ങളെയും അവർ തിരിച്ചറിഞ്ഞു. കാശി അവളെ കയ്യിൽ കോരിയെടുത്തു. നിന്റെ അനുവാദം വേണം പാറു എനിക്ക്. ഞാൻ എടുത്തോട്ടെ നിന്നിലുള്ളതെല്ലാം. അവൾ നാണത്താൽ അവൻ്റെ നെഞ്ചിൽ മുഖം പോഴ്ത്തി. അവളെ ബെഡിൽ കിടത്തി അവൾക്ക് മുകളിൽ അവൻ കിടന്നു. അവളുടെ രണ്ട് സൈഡിലും കൈക്കുത്തി നിന്നുകൊണ്ട് അവൻ പാർവതിയെ നോക്കി. അവൻ്റെ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ മുഖം കൈകൊണ്ട് മറച്ചു. സ്ഥാനം മാറിക്കിടന്ന് അവളുടെ സാരിക്കിടയിലൂടെ അവളുടെ വയറ് കണ്ടതും അവൻ്റെ സിരകളിൽ ചൂട് പിടിച്ചു. വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ അവളുടെ അയലവയർ അവനെ ഉമർത്തി ചുംബിച്ചു. പാർവതിക്ക് ശ്വാസം നിലച്ചു. അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി. വീണ്ടും വീണ്ടും അവൻ്റെ താടിരോമങ്ങൾ അവളുടെ വയറിൽ ഇക്കിളി കൂട്ടുമ്പോൾ അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടയിൽ ഓടി നടന്നു. ശരീരത്തിൽ നിന്നും വസ്ത്രം അഴിഞ്ഞു വീഴുന്നതെല്ലാം അവൾ അറിയുമ്പോഴും അവൻ്റെ പ്രണയത്തിൻ്റെ മാധുര്യത്തിൽ ലയിച്ചു കിടക്കുകയായിരുന്നു അവൾ. അവളുടെ ദേഹം ചുംബനം കൊണ്ട് മൂടുമ്പോഴെല്ലാം അവളുടെ നഖം അവനിൽ മുറിവുണ്ടാക്കി. ഒടുവിൽ അവളിൽ പടർന്നു കയറി ഉയർത്തു കുളിച്ച് ഒരു കിതപ്പോടെ അവൻ കിടന്നു. അവളെ വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് രണ്ടുപേരും ശ്വാസമിട്ടു. പാർവതിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് കാശി കിടന്നു. അവൻ്റെ നെഞ്ചിലെ ചൂടിൽ അവളും. പാറു ഉണ്ട്, അന്ന് ഞാൻ നിന്നോട് ചോദിക്കാതെ നിന്റെ ശരീരത്തിൽ തൊട്ടതിന് നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ? കുറച്ച്. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെ ആണെങ്കിൽ കൂടി എൻ്റെ വിശ്വാസമില്ല അല്ലേ അങ്ങനെയൊക്കെ ചെയ്തേ? അത് പിന്നെ നീ ആ ഋഷിയോട് കൂടുതൽ മിണ്ടുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മളെ പിരിക്കാൻ കാരണം അവനാണ്. സത്യമാവും. പക്ഷെ എൻ്റെ കൂടെ നിങ്ങളെ കണ്ടുപിടിക്കാനൊക്കെ അവൻ ഉണ്ടായിരുന്നു. എന്നെ മനസ്സിലാക്കിയ നല്ലൊരു സുഹൃത്തായിരുന്നു.
എന്നോട് ഇതുവരെ മോശമായി ഒന്ന് നോക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. മതി മതി, അവനെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. കാശി അവളിൽ നിന്ന് വിട്ടുമാറി തിരിഞ്ഞു കിടന്നു. അത് കണ്ട് പാർവതി ചിരിയോടെ അവൻ്റെ പുറത്ത് കയറി കിടന്നു. പതിയെ ചെവിയിൽ കടിച്ചു. തീരെ കുശുമ്പില്ലല്ലേ? ഉണ്ട്. എൻ്റെ പെണ്ണ് വേറെ ആരെയും വർണ്ണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആണോ? എന്നാ സോറി. ഒന്ന് നോക്കൂ മാഷേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഓഹോ, ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങളുടെ കൂടെ വന്നത് ഉറങ്ങാനാണോ? പാർവതി അവൻ്റെ മുഖം കയ്യിലെടുത്ത് അവൾക്ക് നേരെയാക്കി. എന്തൊക്കെ സംസാരിക്കാനുണ്ട്? ഇത്രയും വർഷത്തെ പരിഭവങ്ങൾ, പ്രണയം എല്ലാം എല്ലാം കേൾക്കേണ്ട ഏട്ടന്. അതുമാത്രമല്ല, പ്രണയം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ നിന്നിലേക്ക് ഒഴുകി വിടണം. നിന്നിലേക്ക് മാത്രം ഒഴുകുന്ന പുഴ ആവണം എനിക്ക്. രണ്ടുപേരുടെയും നോട്ടിൽ തമ്മിൽ കുരുക്കിയപ്പോൾ അതിൽ തെളിഞ്ഞു വന്നിരുന്നു അവരുടെ പ്രണയവും. അവളെ വാരിപ്പുണർന്നുകൊണ്ട് അവൻ അവളെ അവൻ്റെ കരവലയത്തിലാക്കി. പാറു, വാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടെ? അതൊക്കെ ഉണ്ട്, നീ റെഡിയാവും. അവനിൽ നിന്ന് വേർപെട്ട് അവൾ സാരി വലിച്ചെടുത്തു. അപ്പോഴെല്ലാം അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ കുസൃതി കാട്ടി. ശാസനം നിറഞ്ഞ നോട്ടത്തോടെ പാർവതി അവനെ തടഞ്ഞു. ആ കുടിലിൽ നിന്നും അവർ ഇറങ്ങി. കൈകൾ കോർത്തി പിടിച്ച ആ നിലാവത്ത് അവർ നടന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് താൻ എന്ന ബോധം അവളെ തെല്ലുപോലും ഭയം തോന്നിപ്പിച്ചില്ല. കുറച്ചു മാറി അവൾ കണ്ട ഒരു ഏറുമാടം. വയലിന് നടുവിലുള്ള അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവളെയും കൊണ്ട് കാശി അതിനു മുകളിൽ കയറി. ഇളംകാറ്റിൻ്റെ തണുപ്പിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു. കാശി അവളുടെ പുറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അവളുടെ തോളിൽ താടി കുത്തി നിന്നു. അവൻ്റെ കൈകളെ പൊതിഞ്ഞുകൊണ്ട് പാർവതിയും. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. ഉറക്കം അവരെ തിരിഞ്ഞു നോക്കിയില്ല. എത്ര കണ്ടിട്ടും മിണ്ടിയിട്ടും മതിയാവാത്ത പോലെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. നിലത്ത് കിടക്കുന്ന കാശിയുടെ നെഞ്ചിലാണ് പാർവതി കിടന്നത്. നാളെ രാത്രി കാണും വരെ ഓർത്തു വെക്കാൻ എന്തെങ്കിലും താടി. നാളെയോ? നാളെ ഒന്നും പറ്റില്ല. അച്ഛനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ അച്ഛൻ സമ്മതിക്കും വരെ രാത്രി എനിക്കുള്ളതാ മോളെ. നീ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് കിടക്കും. ദേ ഏട്ടാ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വന്നത് ജാനകി അമ്മ കണ്ടു. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ഓ, അവർ അറിഞ്ഞാലും കുഴപ്പമില്ല. എന്താ? അമ്മ എന്നെങ്കിലും വിളിച്ചൂടെ? നീ അത് വിടപ്പാറോ. നമ്മുടെ ആദ്യ രാത്രി നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് പറയണ്ട. സമയം ഒരുപാടായില്ലേ, നമുക്ക് പോയാലോ? കുറച്ചുകൂടി കഴിയട്ടെടി. അവൻ്റെ നെഞ്ചിൽ ഒന്നുകൂടി പറ്റിച്ചേർന്ന് അവൾ കിടന്നു. അവളിൽ കുസൃതി കാണിച്ചും ചുംബനം കൊണ്ടിക്കളി പൊട്ടിയും എല്ലാം അവരുടെ പ്രണയം അണപ്പൊട്ടിയൊഴുകിക്കൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കോഴി കൂവുന്ന ശബ്ദം കേട്ടാണ് പാർവതി കണ്ണുകൾ തുറന്നത്. വെളിച്ചം വെക്കാൻ തുടങ്ങുന്ന അന്തരീക്ഷം കണ്ട് അവൾ ചാടി എഴുന്നേറ്റു. പിന്നെ കാശിയെ തട്ടി വിളിക്കാൻ തുടങ്ങി. ദേ നോക്ക്, സമയം ഒരുപാടായി, വേഗം എഴുന്നേൽക്ക. കുറച്ചു നേരം കൂടി പാറു. ഒന്ന് ഞരങ്ങിക്കൊണ്ട് അവൻ ചെരിഞ്ഞു കിടന്നു. അതുകൊണ്ട് പാർവതി വീണ്ടും അവനെ കുത്തി വിളിക്കാൻ തുടങ്ങി. അവസാനം ഉറക്കം നഷ്ടപ്പെട്ട ആലസ്യത്തിൽ അവൻ എഴുന്നേറ്റു. ഇപ്പോൾ നേരം വിളക്കും. അച്ഛൻ സൊസൈറ്റിയിൽ പോകുന്ന സമയമായി. വേഗം പോവാ. ഓ, കഷ്ടകാലം പിടിക്കാൻ. അയാളൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഗതി വരുമായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് സുഖമായി ഉറങ്ങാം. എൻ്റെ അച്ഛനെ പറയാതെ വേഗം വെട്ടിലാക്കാൻ നോക്കും. അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും യാത്ര തിരിച്ചു. നന്നായി വെളിച്ചം വരുന്നതിന് മുന്നേ തന്നെ അവർ വീട്ടിലെത്തി. എത്തിയ പാടെ പാർവതി വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി കാശിയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്ത് ഓടാൻ നിന്നു. കാശിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൻ്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി. ചുണ്ടിൽ തന്നിട്ട് പോടി. അയ്യടാ, പല്ല് തേക്കാതെ ഒന്നും ഞാൻ തരില്ല. നീ തരണ്ട, ഞാൻ തന്നോളാം. അതും പറഞ്ഞ് കാശിയുടെ കരങ്ങൾ കവർന്നെടുത്തു. അവളുടെ ചുണ്ടിലെ മധുരത്തിൽ നുകർന്നിട്ടും മതിയാത്തതുപോലെ അവൻ നുണഞ്ഞു കൊണ്ടിരുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പാർവതി അവനെ തള്ളി മാറ്റി അവളെ കുസൃതുന്ന ചിരിയോടെ നോക്കി. കാശി മീശ പിരിച്ചു. അവൻ്റെ നോട്ടം നേരിടാൻ കഴിയാതെ തല താഴ്ത്തി പാർവതി വീട്ടിലേക്ക് ഓടി. അവൾ മായും വരെ നോക്കി നിന്ന് കാശി പോയി. റൂമിലെത്തിയ പാർവതി തലേ രാത്രിയിലെ കാര്യങ്ങൾ ഓർത്ത് നാണം കൊണ്ട് അവളുടെ മാറിൽ ചോദിക്കിടക്കുന്ന താരിൽ പിടിച്ചു മുത്തി. കാശിയുടെ കുസൃതി നിറഞ്ഞ നോട്ടം അവളെ കൊല്ലാതെ കൊന്നു. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. ഒരു മായാലോകത്തെന്നപ്പോൾ അവൾ കാശിയുടെ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങി. പിന്നീട് അവരുടെ പ്രണയം നിറഞ്ഞ ദിനങ്ങളായിരുന്നു. ദിവസവും അവളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും കാശിയായിരുന്നു. മാധവൻ അറിയാമെങ്കിലും അയാൾ അത് തടഞ്ഞില്ല. ദേവിയിടക്ക് ഫോണിലൂടെ വിളിച്ച് വിശേഷം ചോദിക്കുമായിരുന്നു. അവരുടെ വിവാഹത്തിന് ശേഷം ഋഷി പിന്നെ പാർവതിയെ വീട്ടിൽ വന്നിട്ടില്ല. അവൾ ആരോടും ചോദിക്കാനും പോയില്ല. അവരുടെ മനസ്സിൽ മുഴുവൻ കാശിയും അവരുടെ പ്രണയവും മാത്രമായിരുന്നു. എന്നും രാത്രികൾ അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. തൻ്റെ പ്രണയവും സ്നേഹവും എല്ലാം തൻ്റെ പ്രാണനിൽ അർപ്പിക്കുകയായിരുന്നു കാശി. അവൻ്റെ പ്രണയം ഏറ്റുവാങ്ങി തളർന്നുറങ്ങുന്ന പാർവതിയെ കാശി ചേർത്ത് പിടിച്ചിരുന്നു. ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് പറയും പോലെ. ഒരു ദിവസം വൈകുന്നേരം കാശിയെ കാത്തു വഴിയിൽ നിൽക്കുമ്പോഴാണ് പാർവതിയുടെ അടുത്തേക്ക് ഋഷി കാറുമായി വന്നത്. വണ്ടി കണ്ടപ്പോൾ തന്നെ പാർവതിക്ക് അത് ഋഷിയാണെന്ന് മനസ്സിലായി. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എവിടെയായിരുന്നു? പിന്നെ ഒരു വിവരവുമില്ല. എനിക്ക് പെട്ടെന്ന് വർക്ക് വന്നു, അതാണ് ഞാൻ പറയാതെ പോയത്. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഏട്ടൻ വരും ഇപ്പോൾ.
ആയിക്കോട്ടെ, എന്തായാലും കാത്തു കാത്ത് അവസാനം നിനക്ക് നിന്റെ പ്രണയം കിട്ടിയല്ലോ. അതിന് മറുപടിയായി അവളൊന്ന് ചിരിച്ചു. അപ്പോഴേക്കും കാശി വരുന്നത് ഋഷി കണ്ടു. അവളോട് യാത്ര പറഞ്ഞ് ഋഷി വേഗം പോയി. കാശി അവളുടെ അടുത്ത് വന്ന് ബൈക്ക് നിർത്തി. എന്താടി, നടു റോഡിലാണോ നിൽക്കുന്നേ? അത് ഞാൻ ഋഷിയെ കണ്ടപ്പോൾ സംസാരിക്കാൻ. ഓ, അവൻ വന്നു. എൻ്റെ കയ്യിൽ നിന്ന് പണിയാവുമല്ലോ. ദേ, വെറുതെ ഒന്നിനും പോകാൻ നിൽക്കണ്ട, അവൻ ഒന്നിനും വരില്ല. ഓ, തുടങ്ങി അവളുടെ ഋഷി പുരാണം. കയറുന്നുണ്ടെങ്കിൽ കയറ്, ഇല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. എന്നാൽ ഞാനില്ല, ഞാൻ ബസ്സിന് പോയിക്കോളാം. ഇടി പുല്ലേ, മര്യാദ കയറിക്കും. കാശി ദേഷ്യം പിടിച്ചതും പാർവതി മുഖം വീർപ്പിച്ചു ബൈക്കിൽ കയറി. അവനിൽ നിന്നും കുറച്ച് വിട്ടിരുന്നു. കാശി അത് ശ്രദ്ധിച്ചിരുന്നു. അത് മനസ്സിലാക്കി അവൻ എല്ലാ കോയിൽ കൂടെയും വണ്ടിയെടുത്തു. അവൾ അവനെ തുറച്ചു നോക്കി. എൻ്റെ ഇഷ്ടമില്ലാതെ എൻ്റെ ദേഹത്ത് മുട്ടിയാലുണ്ടല്ലോ, നേരെ പോയാൽ ആരും മുട്ടില്ല. കാശിയുടെ ചുണ്ടിലെ കള്ളച്ചിരി അവൾ കണ്ണാടിയിൽ കൂടെ കണ്ടിരുന്നു. വീട്ടിലെത്തി അവൾ ഇറങ്ങി. ഒന്നും മിണ്ടാതെ നടന്നു. ഡേ, രാത്രി ട്ടോ? ഇല്ല ഇല്ല മോനെ, ഞാൻ വരില്ല. നീ ഇല്ലാതെ ഉറക്കം വരില്ല. ഡേ, നല്ല കുട്ടിയല്ലേ. എന്താ കുറച്ചു മുന്നേ പറഞ്ഞത്? അങ്ങനെ ഇപ്പോൾ എൻ്റെ കൂടെ കിടക്കണ്ട, ഇന്ന് ഒറ്റക്ക് കിടന്നാൽ മതി. എന്നാ എനിക്കും വേണ്ട, നീ ഇല്ലാതെയും എനിക്ക് ഉറങ്ങും. ആയിക്കോട്ടെ. കാശി ദേഷ്യത്തിൽ ബൈക്കെടുത്ത് പോയി. പാർവതി യുടെ വീട്ടിലേക്കും. ഋഷിയുടെ കാർ മുറ്റത്ത് കിടക്കുന്നത് കണ്ടവൾ ഉമ്മറത്തിരിക്കുന്ന അവനെ നോക്കി പാർവതി അകത്തേക്ക് പോയി. പാർവതി പോയ വഴിയിൽ നോക്കി വകയോടെ ഋഷി നോക്കി. ഒരു ദിവസമെങ്കിലും നിന്നെ എനിക്ക് വേണം. അവൻ്റെ മുന്നിൽ ജയിച്ചു നിൽക്കണം എനിക്ക്. നിനക്ക് വേണ്ടി അവൻ അലഞ്ഞു പാവണം. മനസ്സിൽ കണക്ക് കൂട്ടിയ ചിരിയോടെ ഋഷി ചായ ചുണ്ടോട് നിർത്തിയെടുത്തു. എന്നാൽ പാർവതി കാശിയുമൊത്തുള്ള നിമിഷങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വിപത്തുകൾ അറിയാതെ.